everyone. അപ്പം മക്കളെ നമ്മുടെ ആനുവൽ എക്സാമിലേക്ക് അതായത് നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് നമ്മളെല്ലാവരും എത്തിയില്ലേ. നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമ്മൾ എക്സാംസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മളിതങ്ങനെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. പക്ഷെ പലപ്പോഴായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊരു എൻക്വയറി വരാണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്, മിസ്സേ എങ്ങനെയാണ് നമുക്കിത് റെഗുലറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പഠിക്കാൻ പറ്റുക. കാരണം നമ്മൾ ലൈവ് ക്ലാസ്സസ് മാത്രം, ഇപ്പോൾ ഞാൻ യൂട്യൂബ് മാത്രം യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഈ കോണ്ടന്റ് വീഡിയോസ് അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ലൈവ് ക്ലാസ്സുകൾ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാറ്, പലപ്പോഴായിട്ട് അറ്റൻഡ് ചെയ്യാറ് അല്ലേ. അവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ കൂടി സംവെയർ എന്താണ് യു ലാക്ക് സംതിങ് അല്ലേ, നിങ്ങൾക്ക് എന്താണ് എപ്പോഴും ലാക്ക് ആവുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾ പഠിച്ചതിൻ്റെ ബാക്കി ക്ലാസ് ഒരുപക്ഷെ നിങ്ങൾക്ക് മിസ്സായി എന്ന് വരാം. നിങ്ങൾക്ക് കിട്ടിയ നോട്ട്സിൻ്റെ ബാക്കി നിങ്ങൾക്ക് ഒരുപക്ഷെ പെൻഡിങ് ആയെന്ന് വരാം. നിങ്ങളൊരു ചാപ്റ്ററിൻ്റെ എക്സാം എഴുതി അല്ലെങ്കിൽ മറ്റൊരു ചാപ്റ്ററിൻ്റെ എക്സാം അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയെന്ന് വരില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമ്മൾ വെറും ഒരു ചാനൽ അല്ലെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരുപക്ഷെ എന്താണ് ഉണ്ടാകാം. അപ്പോൾ ഏതൊരു സമയത്ത് നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇൻവോൾവ് ആകുമ്പോഴും, അത് എക്സാം ആയിക്കോട്ടെ, നമ്മളെ പഠിത്തമായിക്കോട്ടെ, whatever ആക്ടിവിറ്റീസ് അല്ലേ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് എപ്പോഴും എന്ത് വേണം, ഒരു കംപ്ലീഷൻ വേണം, ഒരു പൂർണ്ണത നമുക്ക് വേണം അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഒരു ആനുവൽ എക്സാമിലേക്ക് ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മളെത്താം? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയാനാണ് മിസ് ഇവിടെ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 6ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ ബാച്ചാണ് നമ്മുടെ വജ്ര ബാച്ച് അല്ലേ. അപ്പോൾ വജ്ര ബാച്ചിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ആ ഒരു പൂർണ്ണത അല്ലേ. നമുക്കൊരു കാര്യം അതായത് ബിഗിനിങ് നമ്മൾ പാഠപുസ്തകത്തിൻ്റെ തുടക്കം മുതൽ നമ്മുടെ അവസാനം വരെയുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ എന്തായിരിക്കും, റെക്കോർഡ് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കംപ്ലീറ്റ് മെറ്റീരിയൽ നമ്മുടെ അടുത്ത് കിട്ടുകയാണ്. എപ്പോഴും നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. എല്ലാ ദിവസവും നമുക്ക് എന്തുണ്ടാവും, ആപ്പിൽ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അത് മാത്രമാണോ, ക്ലാസ്സസ് കഴിഞ്ഞിട്ടുള്ള നോട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ നോക്കണം എന്നില്ല. എക്സാമിൻ്റെ ഒക്കെ സമയത്ത് വി ഓൾ ഗോ ത്രൂ അവർ നോട്ട്സ്. നമ്മൾ നോട്ട്സിൽ കൂടെ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, എക്സാമിൻ്റെ ലാസ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ നോട്ട്സ്, നമ്മുടെ മെറ്റീരിയൽസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എസ്സേസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുമാത്രമാണോ, നമ്മൾ റെഗുലറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് യൂണിറ്റ് ടെസ്റ്റ് ആകാം, അതിനുശേഷം നമ്മൾ ഒന്നായിട്ടുള്ള ഒരു മന്ത്ലി ടെസ്റ്റ് ആകാം, അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് ഒരു ടേം എക്സാം ആവാം. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ പ്രോപ്പറായിട്ട്, വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് നിങ്ങൾക്ക് വജ്ര ബാച്ചോട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ എന്തിനാണ് നിങ്ങളെല്ലാവരും കൂടുതൽ മടിച്ചിരിക്കുന്നത്? എത്രയും വേഗം എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ വജ്ര ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്താണ് എൻ ഗെയിം ബാച്ചിൻ്റെ ടൈമാണ്, എൻ ഗെയിം 2.0. അത് മാത്രമല്ല 15% എന്തുണ്ട്, ഓഫർ ഉണ്ട് അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ ഒരു 15% ഓഫർ നിലനിൽക്കുന്ന സമയത്ത് എത്രയും വേഗം എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ ആ ഒരു തുടക്കം മുതൽ ലാസ്റ്റ് വരെ എന്താണ് നമുക്കൊരു പൂർണ്ണമായിട്ടില്ലേ, ഒരു പൂർണ്ണതയോട് കൂടിയുള്ള പഠനം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച്, കാരണം നിങ്ങൾ അടുത്ത വർഷം എന്താണ് USS പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട മക്കളാണ്. സോ എത്രയും വേഗം എന്ത് ചെയ്യുക, മടിച്ചു നിൽക്കാതെ കം ടു Xylem and please get the admission in Vajra batch. Thank you.